വായനാ ദിനത്തോടനുബന്ധിച്ച് തലയോലപ്പറമ്പ് A.J. ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ക്യാൻഫെഡ് വൈക്കം താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി വായനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രന്ഥശാല ഹാളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് M.A. അക്ബർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കാൻഫെഡ് സംസ്ഥാന സമിതി അംഗം മോഹൻ ഡി ബാബു മുഖ്യപ്രഭാഷണം നടത്തി. വളരെ അന്നേരം മൈക്ക് കാര്യമായിട്ടില്ലായിരുന്നു. എങ്കിലും നിങ്ങൾ കേട്ടതാണ് എല്ലാം വളരെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്വാഗത പ്രസംഗം ഉള്ളത്. ഇത് PN പണിക്കരുടെ ചരമദിനമാണ്. ആരാണ് PN പണിക്കർ എന്നെല്ലാം കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തി നടന്ന ആളുകളെ കൊണ്ട് വായിപ്പിക്കാൻ പ്രേരിപ്പിച്ച, രാജ്യത്തെല്ലാം വായനശാലകൾ ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത പ്രേരണ നൽകിയ ഒരാളാണ്. അധ്യാപകനായിരുന്നെങ്കിൽ അതെല്ലാം വിട്ട് ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ, വായനശാല പ്രവർത്തനം ഇതിനുവേണ്ടി ജീവിതം വിനിയോഗിച്ച ഒരു മനുഷ്യന്റെ ചരമദിനമാണ് ഔപചാരികമായി വായനാ ദിനമായി ആചരിക്കുന്നത്. വായനാ ദിനത്തിൽ മാത്രം വായിച്ചാൽ പോരാ. ഞാനിവിടെ ഗ്രൂപ്പ് ലൈബ്രറി ഹാളിൽ വന്നിട്ടുണ്ട്. പരിപാടികൾക്കും മനുഷ്യരുടെ ഇടയിലുള്ള നന്മ നിലനിൽക്കണമെങ്കിൽ ജീവിതശൈലിയിൽ വായന നിർബന്ധമാക്കണമെന്ന് സാഹിത്യ നിരൂപകൻ ഡോക്ടർ S. പ്രീതൻ അഭിപ്രായപ്പെട്ടു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് C. മായാദേവി, കാൻഫെഡ് കോട്ടയം ജില്ലാ സെക്രട്ടറി M. ഗോപാലകൃഷ്ണൻ, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ജനറൽ സെക്രട്ടറി PG ഷാജിമോൻ, വിദ്യാരംഭം കൺവീനർ ഫെബി TA എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായന നടത്തി. പാചകം നടത്തുന്ന പഴയ മോഹനൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആളെപ്പറ്റി കഴിഞ്ഞ വർഷം കൊല്ലത്തിന് മുൻപ് കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒരുപാട് വിവാദമായ പഴയ മോഹൻ നമ്പൂതിരി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പാചക വിദഗ്ധനാണ്. ഇദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് കടക്കണി ഇന്നിപ്പോ പഴയ മോഹൻ നമ്പൂതിരി രാവിലെ ഉണ്ടാക്കിയ പായസവും പുളിശ്ശേരിയും ഒക്കെ ഗൾഫിൽ ഇന്ന് ഉച്ചയാകുമ്പോൾ ചെല്ലുന്നുണ്ട്. ആ നിലയിലേക്കാണ് മോഹൻ നമ്പൂതിരി വന്നത്. അങ്ങനെയുള്ള മോഹൻ നമ്പൂതിരി പഴയ കാലത്ത് ഒരു ബിസിനസ് നടത്തി അത് തകർന്ന് തരിപ്പണമായി അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. വലിയ ദൂരമൊന്നുമില്ല, ഇവിടെ തുറളിങ്ങാട് അടുത്താണ് മോഹൻ നമ്പൂതിരിയുടെ വീട്. ആത്മഹത്യ ചെയ്യാൻ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ മുൻപന്തറ അവിടെ നിന്നുള്ള റെയിൽവേ കട്ടി, അവിടെ ആകുമ്പോൾ തീരെ വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ്.